അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ BA അറബിക്കിൻ്റെ തേർഡ് സെമസ്റ്ററിലെ ഒരു പേപ്പറായ അപ്രിസിയേഷൻ ഓഫ് മോഡേൺ അറബിക് പോയട്രി ബ്ലോക്ക് 1 അതിൻ്റെ 1.3.3 ഷർഹുൽ ഖസീദ കഴിഞ്ഞ ഒരു വീഡിയോയിലെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഹാഫിദ് ഇബ്രാഹിം എഴുതിയ കവിതയായിട്ടുള്ള റിആയത്തുൽ അത്ഫാൽ എന്ന കവിതയുടെ ഒരു ഷർഹാണ്, ചെറിയ രൂപത്തിൽ ഷർഹാണ് ഈ പുസ്തകത്തിൽ നൽകിയിട്ടുള്ളത്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഹാദിഹിൽ ഖസീദത്തു മിൻ തഅലീഫി ഷാഇരി ഹാഫിദ് ഇബ്രാഹിം. ഈ ഒരു കവിത കവിയായിട്ടുള്ള ഹാഫിദ് ഇബ്രാഹിമിൻ്റെ രചനയിൽപ്പെട്ടതാണ്. തഅലീഫ് രചന. വതുഅബ്ബിറു അൻ ലിഖാഇ ഷാഇരി ബിഫതാത്തിൻ തഈഷു ഫീ ദുറൂഫിൻ സഅബ വമഅസവിയ്യ. ഇവിടെ കവി പ്രയാസകരമായ ഒരു സാഹചര്യത്തിൽ, വളരെ ട്രാജഡി നിറഞ്ഞ ഒരു സന്ദർഭത്തിൽ ജീവിക്കുന്ന ഒരു യുവതിയെ കണ്ടുമുട്ടുന്ന ഒരു രംഗമാണ് ആവിഷ്കരിക്കുന്നത്. തുഅബ്ബിറു അൻ എന്ന് അത് വിശദീകരിക്കുന്നു. ലിഖാ കണ്ടുമുട്ടൽ, തഈഷു ജീവിക്കുന്നു, ളുറൂഫ് സാഹചര്യം, സഅബ ബുദ്ധിമുട്ട് നിറഞ്ഞ, മഅ്സാവിയ ഭയങ്കരധികം ട്രാജഡിയുള്ള ദുരന്തപൂർണമായിട്ടുള്ള. യസിഫു ഷാഇറുൽ ഫതാത ബിഅന്നഹാ തുദ്ഹിറു അമാമഹു കശബഹിൻ ഔ തൊയ്ഫിൻ ഖയാലിയിൻ. ഇവിടെ കവി പറയുന്നത്, വിശദീകരിക്കുന്നത്, ഈ യുവതി അൽ ഫതാത്ത്, അവൾ ബിഅന്നഹാ തുദ്ഹിറു അമാമഹു, അവളുടെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അവൾ പ്രത്യക്ഷപ്പെടുന്നു. തുദ്ഹിറാണ്, പ്രത്യക്ഷപ്പെടുന്നു. ഏതുപോലെ? ഷബഹിൻ, ഒരു രൂപത്തെ പോലെ, ഔ തൊയ്ഫിൻ ഖയാലിയിൻ, അല്ലെങ്കിൽ ഭാവനയിൽ ഉണ്ടാവുന്ന ഒരു പ്രേത രൂപത്തെ പോലെയാണ് കവിയുടെ മുമ്പിൽ ഈ യുവതി പ്രത്യക്ഷപ്പെടുന്നത്. ലാക്കിന്നഹു ഫിൽ വാഖിഇ യഅലമു അന്നഹാ ഫതാത്തുൻ ഹഖീഖിയ്യത്തുൻ തഈഷു ഫീ ഫഖ്റിൻ വഫാഖത്തിൻ. എന്നാൽ ഉടനെ തന്നെ കവി തിരിച്ചറിയുകയാണ്, യഥാർത്ഥത്തിൽ ഫിൽ വാഖിഇ, യഥാർത്ഥത്തിൽ യഅലമു, അദ്ദേഹം അറിയുന്നു, അന്നഹാ ഫതാത്തുൻ ഹഖീഖിയ്യ, അവളൊരു യഥാർത്ഥ ഒരു പെൺകുട്ടി തന്നെയാണ്, ഒരു യുവതി തന്നെയാണ്. തഈഷു, അവൾ ജീവിക്കുന്നത്, ഫീ ഫഖ്റിൻ വഫാഖ, ഇല്ലായ്മയിലും വല്ലായ്മയിലുമാണ്. ഫഖ്ർ, ദാരിദ്ര്യം. വഹിയ ഫി ലീഖിൽ ഐഷി ദൂന വുജൂദി റാഇൻ യഹ്മിഹ ഔ യഅ്തനി ബിഹ. അവൾ എവിടെയുള്ളത്? ഫി ലീഖിൽ ഐഷ്, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലാണ് അവളുള്ളത്. ദൂന വുജൂദിൻ, അവൾക്ക് ഇല്ല, റാഇൻ, ഒരു സംരക്ഷകൻ. റാഇ എന്ന് പറഞ്ഞാൽ ശരിക്കും ആട്ടിട എന്നാണ്. യഹ്മിഹ, അവളെ സംരക്ഷിക്കാൻ പറ്റിയ ഒരു, അവൾക്ക് പറ്റിയിട്ടുള്ള ഒരു റാഇ. ഔ യഅ്തനി ബിഹ, അല്ലെങ്കിൽ അവളെ പരിഗണിക്കേണ്ട ഒരാൾ, അത് അവളുടെ വലിയാവാം, പിതാവാകാം, ഭർത്താവാകാം, അങ്ങനത്തെ ഒരാൾ, ഒരു റാഇയും ഇല്ലാത്ത ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് അവൾ ജീവിക്കുന്നത്. മിമ്മ യജഅലുഹ തഈഷു ഹാലത ഹസ്റത്തിൻ വയഅ്സിൻ, ഇത് അവളെ പ്രയാസങ്ങളുടെയും അതുപോലെ തന്നെ ഹസ്റ, നഷ്ടങ്ങളുടെയും, യഅ്സ്, നിരാശയുടെയും അവസ്ഥയിൽ ജീവിക്കാൻ അവളെ നിർബന്ധിതയാക്കിയിരിക്കുന്നു. യജഅലുഹ, അവൾ ആക്കിയിരിക്കുന്നതാണ്. വയുഅബ്ബിറു ഷാഇറു അൻ തആതുഫിഹി വറഹ്മത്തിഹി തിജാഹൽ ഫതാത്തി. കവി ഈ യുവതിക്കു നേരെയുള്ള തൻ്റെ കാരുണ്യത്തിൻ്റെയും അനുകമ്പ അവതരിപ്പിച്ചതിനെ കുറിച്ചുമാണ് ഇവിടെ കവി പറയുന്നത്. വയശ്ഉറു ബിഅന്നഹു ലാ യുംകിനുഹു മുശാറകത മുആനാതിഹ ബിസബബി അജ്സിഹി അൻ തഖ്ദീമിൽ ഔനി വൽ മുസാഅദ. അതോടൊപ്പം കവി അനുഭവപ്പെടുന്നുണ്ട് എന്ത്? ബി അന്നഹു ലാ യുംകിനുഹു, കവിക്ക് സാധിക്കുന്നില്ല, മുശാറകത മുആനാതിഹ, അവളുടെ പ്രയാസങ്ങളിൽ പങ്കുചേരാൻ, ബിസബബി അജ്സിഹി, കവി അശക്തനായിത്തീരുന്നു എന്ന കാരണത്താൽ, അൻ തഖ്ദീമിൽ ഔനി വൽ മുസാഅദ, അവൾക്ക് വേണ്ട സഹായങ്ങൾ അവതരിപ്പിക്കുന്നിടത്ത്. തഖ്ദീം, നൽകുക, കൊടുക്കുക. ബിന്നിഹായത്തി യുദ്ഹിറു ഷാഇറു കഅന്നഹു യതവഖഫു അമാമൽ ഫതാത്ത്. പിന്നീട് അവസാനത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നു, യുദ്ഹിറു ഷാഇറു, കവി പ്രകടിപ്പിക്കുന്നുണ്ട്, കഅന്നഹു യതവഖഫു അമാമൽ ഫതാത്ത്, ആ യുവതിയുടെ മുന്നിൽ നിൽക്കുന്നവനെ പോലെ, വയതഅമ്മലുഹ, അവളെക്കുറിച്ച് ചിന്തിക്കുന്ന പോലെ, അതും വസതൽ അലമി വൽ മഅ്സാത്തില്ലത്തി തഈഷുഹ, അവൾ ജീവിക്കുന്നതായിട്ടുള്ള പ്രതിസന്ധികളുടെയും വേദനകളുടെയും മധ്യത്തിൽ കവി നിന്നുകൊണ്ട് ചിന്തിക്കുന്ന പോലെ. വയുഷീറു ഇല അന്ന ജമാലിഹ വ ബറാഅതിഹ, അതോടൊപ്പം അവളുടെ ഭംഗിയെക്കുറിച്ച്, അവളുടെ ആ സൗന്ദര്യത്തെക്കുറിച്ച് കവി സൂചന നൽകുന്നുണ്ട്. അതൊക്കെ എങ്ങനെയാണ്? ഖദ് സാലാ ബിഫിഇലിൽ ദുറൂഫിൽ ഖാസിയ, അവളുടെ ആ നിരപരാധിത്വവും ഭംഗിയും, അത് രണ്ടും അവൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള കഠിനമായിട്ടുള്ള സാഹചര്യത്തിൻ്റെ പ്രവൃത്തി കൊണ്ട് അവളിൽ നിന്ന് നീങ്ങിപ്പോയിട്ടുണ്ട്. ഏതാണ് സാഹചര്യം? അല്ലത്തി ആശാത്തുഹ, ആ സാഹചര്യത്തിലാണ് അവൾ ജീവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് കവിതയിൽ മൊത്തത്തിൽ പറയുന്ന ആശയമെന്ന് ആ കവിതയുടെ ചുരുക്കമായിട്ട് നമുക്ക് ഈ ഒരു പാരഗ്രാഫിൽ പറഞ്ഞ കാര്യം മനസ്സിലാക്കാം. തുടർന്ന്
യുസവ്വിറു ഷാഇറു ഫി ബിദായത്തിൽ ഖസീദ, കവിതയുടെ ആരംഭത്തിൽ കവി ചില കാര്യങ്ങൾ ചിത്രീകരിക്കുകയാണ്. എന്താ ചിത്രീകരിക്കുന്നത്? സൂറത്ത ഫതാത്തിൻ ഹസീനത്തിൻ ഫഖീറത്തിൻ, ദാരിദ്ര്യത്തിൽ കഴിയുന്ന ദുഃഖിതയായ ഒരു യുവതിയെക്കുറിച്ചുള്ള ചിത്രം. ലൈസലഹ വലിയുൻ, ആ യുവതിക്കൊരു വലിയില്ല, വല അഹിലുൻ, ഒരു കുടുംബമില്ല, തഅ്തമിദു അലൈഹി, അവൾക്ക് അവലംബിക്കാൻ പറ്റുന്ന കുടുംബം. യസ്അലു നഫ്സുഹു, കവി സ്വയം ചോദിക്കുകയാണ്, മാഹിയ സൂറത്തുല്ലതി അറാഹ മിൻ ബഅദിൻ, എന്ത് രൂപമാണ് ഈ ദൂരെ നിന്ന് ഞാൻ കാണുന്നത്? അഹിയ ഷബഹൻ, അതെന്തെങ്കിലും രൂപമാണോ? ഔ ഖയാലൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഭാവനയാണോ? അതേതെങ്കിലും പ്രേതരൂപമാണോ, ഭാവനയാണോ? അല്ല, ബൽ സൂറത്തും ഇംറഅത്തിൻ ഖായിമത്തിൻ ഫി മക്കാനിൻ ഖാലിൻ, അത് വിജനമായ ഒരു പ്രദേശത്ത് നിൽക്കുന്ന ഒരു സ്ത്രീയുടെ രൂപം തന്നെയാണല്ലോ. സ്വാറത്ത് വസ്തൽ മഷാക്കിൽ, അവൾ പ്രതിസന്ധികളുടെ മധ്യത്തിലായിട്ടുണ്ട്. വലൈസലഹ മൻ യഊലു അലൈഹിം, അവളെ നോക്കാൻ പറ്റിയ ആരും തന്നെ അവിടെ ഇല്ല. വമൻ യുവല്ലി അംറഹ, അവളുടെ കാര്യം ഏറ്റെടുക്കാൻ പറ്റിയ വലിയുമില്ല. വയാലൽ ഖുസ്റാൻ, ഓ എത്രമാത്രം കഷ്ടം. ഇന്നഹ തഖ്ദി ഹയാത്തഹ, അവളുടെ ജീവിതം അവൾ കഴിച്ചു കൂട്ടുന്നു. ബിബുകാഇൻ, അവൾ കരഞ്ഞുകൊണ്ട്. അനീനിൻ മുസ്തമിറിൻ, നിരന്തരമായ തേങ്ങലടിയിലൂടെ ഏങ്ങിക്കരഞ്ഞുകൊണ്ട്. വയസ്അലു ഷാഇറു ഐളൻ, അതേ കവി ചോദിക്കുകയാണ്, വമാ ഹാലുഹ വമാ ഷഅ്നുഹ, എന്താണ് അവളുടെ അവസ്ഥ, എന്താണ് അവളുടെ കാര്യം? വമാ ഷഅ്നി ബിഹ, എനിക്കെന്തവളുമായി ചെയ്യാൻ കഴിയും, എൻ്റെ കാര്യം എവിടെ കിടക്കുന്നു? കൈഫ ഉഷാത്തിറു ആലാമി ലഹ, എൻ്റെ വേദന അവളെ കാണുമ്പോഴുണ്ടാകുന്ന ഈ ഈജിപ്തിലെ പട്ടിണി പാവങ്ങളുടെ അവസ്ഥയോർത്ത് എനിക്കുണ്ടാകുന്ന വേദന ഞാൻ എങ്ങനെ അവളുമായി ഷെയർ ചെയ്യും? വതഖറബ്തു ഇലൈഹ ലി അസ്മഅ, അങ്ങനെ ഞാൻ അവളിലേക്ക് അടുത്തു. ലി അസ്മഅ, അവളെ കേൾക്കാൻ വേണ്ടി. മാ തഖൂലു, എന്താണ് അവൾക്ക് പറയാനുള്ളത്? വലാകിൻ മാ സമഅതു, എന്നാൽ ഞാൻ കേട്ടില്ല. ഇല്ല വഖഅ സിഹാമി വാഹിദൻ ബഅദ വാഹിദൻ, ഒന്നിനു പിറകെ ഒന്നായി തുളച്ചു കയറുന്ന അമ്പുകളുടെ ശബ്ദമല്ലാതെ. വഹാവൽതു അൻ അസ്അലഹ, ഞാൻ അവളോട് ചോദിക്കാൻ ശ്രമം നടത്തി. മൻഹിയ, ആരാണ് അവളെന്ന്. വലാകിന്നഹ ലാ തുജീബു, പക്ഷെ അവൾ ഉത്തരം നൽകിയില്ല. വഹിയ തഖൂമു കറസ്മിൻ ഔ സൂറത്തിൻ, അവളുടെ ചിത്രം പോലെ നിലകൊള്ളുകയായിരുന്നു. അല അസരിൻ മിനൽ ആസാർ, തകർന്നടിഞ്ഞ വീടിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിലകൊള്ളുന്നൊരു ചിത്രത്തെപ്പോലെ. വഹിയ തഖല്ലബതു മിൻ ജാനിബിൻ ഇലാ ജാനിബിൻ, അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നും മറയുന്നുമുണ്ട്. മഅൽ ജസഇ വറുഅബി, പേടിയും ദുഃഖവും കാരണത്താൽ. വഖാലത്ത്, അവൾ പറഞ്ഞു, വഹിയ ഹാമിൽ, അവൾ ഗർഭിണിയാണ്. വഹിയ ലം തഅരിഫ് ദൗഖൻ നൗമി മുൻദു ലയാലി, ദിവസങ്ങളായി രാത്രിയിൽ അവൾക്ക് ഉറക്കത്തിൻ്റെ രുചി അവൾ അനുഭവിക്കുന്നില്ല. വഖദ് മാത കുല്ലു മൻ ഫീ ഉസ്റതിഹ, അവളുടെ കുടുംബത്തിലുള്ളവരെല്ലാവരും മരണപ്പെട്ടു പോയിരിക്കുന്നു. മിനൽ ഉമ്മയില്ല, വൽ അബ്, പിതാവില്ല, വൽ അഖ്വാൽ വൽ അമാമ്, അമ്മമാരോ ഖാലുമാരോ ഇല്ല, അങ്കിളുമാരോ അതുപോലെ എളാപ്പ മൂത്താപ്പന്മാരോ ആരുമില്ല, എല്ലാവരും കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയിരിക്കുന്നു. വലം തഖ്ദിർ അൻ തുകമ്മിലൽ കലാം, അവൾക്ക് സംസാരം പൂർത്തിയാക്കാൻ സാധിച്ചില്ല. ലം തഖ്ദിർ, കഴിഞ്ഞില്ല. അൻ തുകമ്മില, പൂർത്തിയാക്കാൻ, അവളുടെ സംസാരം പൂർത്തിയാക്കാൻ സാധിച്ചില്ല. ലിഅന്ന ദുമൂഅ മനഅത്ഹ, കാരണം കണ്ണുനീർ അവളെ തടഞ്ഞു വെച്ചു. മിൻഹ ബിഷിദ്ദത്തി സുഖൂതിഹ, അവൾ ആ കണ്ണിൽ നിന്നുള്ള ശക്തമായ വീഴ്ച കാരണത്താൽ ആ സംസാരത്തിൽ നിന്ന് അവളെ തടഞ്ഞു വെച്ചു. യഖൂലു ഷാഇറു, കവി പറയാണ്, ഇന്നഹു ഫഹിമ കുല്ല ഷൈഇൻ, കവിക്കെല്ലാം മനസ്സിലായി. അമ്മ ഫി നഫ്സിഹ, എന്താണ് അവളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ളത്, എന്താണ് അവൾ ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിക്കുന്നത് എന്ന് കവിക്ക് മനസ്സിലാകുകയാണ്. വഹുവ യഅതിഫു അലൈഹ, കവി അവളോട് ഇങ്ങനെ അനുകമ്പയോടെ നോക്കി നിൽക്കുകയാണ്. വഖാമ സാക്കിനൻ അമാമഹ, അവളുടെ മുമ്പിൽ നിശ്ചലനായി നിൽക്കുകയാണ്. കമൻ ദഖല ഇലാ മഅബദിൻ, ആ നൃത്തത്തിൻ്റെ രൂപം പോലും കവി പറയുന്നു ഒരു ദേവാലയത്തിലേക്ക് പ്രവേശിച്ച പോലെ. യൻദുറു ഇലാ തിംസാലിൻ യഅബുദുഹു, ആരാധിക്കുന്ന ആ ബിംബത്തിൻ്റെ അല്ലെങ്കിൽ ആ പ്രതിഷ്ഠയ്ക്കു നേരെ ആരാധനയോടെ ഭവ്യതയോടെ നിൽക്കുന്ന ഒരു ആരാധകനെ പോലെ അങ്ങനെ നിൽക്കുകയാണ് കവി. വഫി വജ്ഹിഹ അലാമാത്തുൽ ജമാലി, സൗന്ദര്യത്തിൻ്റെ അടയാളങ്ങൾ അവളുടെ മുഖത്തുണ്ട്. ലാക്കിന്നഹ സാലത്ത്, പക്ഷേ അത് പൂർണ്ണമായി തന്നെ എന്ന് പറയാം നീങ്ങിപ്പോയിട്ടുണ്ട്, മാഞ്ഞുപോയിട്ടുണ്ട്. ബിസബബിൽ മസാഇബി, ബുദ്ധിമുട്ടുകളുടെ കാലവിപത്തുകളുടെ പരീക്ഷണങ്ങളുടെ കാരണത്താൽ. വശദാഇദി സഖീലത്തിൽ മുതതാലിയ, തുടർച്ചയായ ഭാരമേറിയ ആ പ്രയാസങ്ങളുടെ കാരണത്താൽ അവളുടെ സൗന്ദര്യങ്ങളെല്ലാം അസ്തമിച്ചു പോയിരിക്കുന്നു. وقد نجح الشاعر إلى حد كبير في تصوير بؤس المرأة الفقيرة
ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഒരു സ്ത്രീയുടെ ദുരന്തത്തെ ചിത്രീകരിക്കുന്നതിൽ കവി ഒരു പരിധിവരെ ഇവിടെ വിജയിച്ചു. നജഹ വിജയിച്ചു. ഇലാ ഹദ്ദിൻ കബീർ എന്ന് പറഞ്ഞാൽ ഒരു പരിധിവരെ. തസ്വീർ എന്ന് പറഞ്ഞാൽ ചിത്രീകരിക്കുക. ബുക്സ് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട്, പ്രയാസം. വഹിയ ഫാഖിദത്തു കുല്ലി മൻ ഫീ അഹ്ലിഹാ മിനൽ അബി വൽ ഉമ്മി വൽ അഅ്മാമി വൽ അഖ്വാൽ. അവളെല്ലാം നഷ്ടപ്പെട്ടവളാണ്. അവളുടെ കുടുംബത്തിലെല്ലാ അംഗങ്ങളും നഷ്ടപ്പെട്ടു പോയവളാണ് അവൾ. അവളുടെ പിതാവില്ല, ഉമ്മയില്ല, അമ്മമാരില്ല, ഖാലുമാരില്ല, എല്ലാവരും. അത്രമാത്രം ദുരിതത്തിൽ കഴിയുന്നവളാണ് അവൾ. അലാബത്തൻ അലാ ദാലിക അന്നഹ ഹാമിൽ. നിങ്ങൾ ആലോചിച്ച് നോക്കും, ഇതിനെല്ലാം പുറമെ അവൾ ഏകയാണ്, ഏകാന്തതയിൽ കഴിയുന്നവളാണ്, സഹായിക്കാൻ ആരുമില്ലാത്തവളാണ്, പട്ടിണിയാണ്, പ്രയാസമാണ്. ഇതിനപ്പുറം അവൾ ഗർഭിണിയുമാണ്. വഅ്തമദ ശാഇറു അലാ ഫുനൂനിൽ ബലാഗ. ഇവിടെ കവി ബലാഗയുടെ കലകളുടെ വൈവിധ്യങ്ങളെ കവി അവലംബിക്കുന്നുണ്ട്. എന്തിനാണ് അങ്ങനെ ബലാഗിയത്തോടുകൂടെ കവി ഈ വരികൾ അവതരിപ്പിക്കുന്നത്? ലിയുസിറൽ ഖാരിഇന് സ്വാധീനമുണ്ടാക്കാൻ, ഉമുഖൻ വഅറളൻ ആഴത്തിലും പരപ്പിലും ആ സങ്കടവും ദുഃഖവും വേദനയും വായനക്കാരൻ്റെ ഹൃദയത്തെ സ്പർശിക്കാൻ വേണ്ടിയിട്ടാണ് ബലാഗിയായിട്ടുള്ള സാഹിത്യരൂപത്തിൽ ഈ കാര്യത്തെ കവി അവതരിപ്പിച്ചത്. ഹാദിഹിൽ ഖസീദത്തു തൻതമി. ഈ കവിത എത്തിച്ചേരുന്നു ഇലൽ അസ്റിൽ ഹദീസ്, ആധുനിക കാലഘട്ടത്തിലേക്ക് ചേർക്കപ്പെട്ട കവിതയാണ്. വഇലൽ ക്ലാസിക്കിയ അൽ ജദീദ, നിയോ ക്ലാസിസത്തിൽ എഴുതപ്പെട്ടൊരു പോയട്രിയാണിത്. വഹിയ മുഅല്ലഫത്തുൻ ബിൽ അബിയാത്തിൽ അമൂദിയ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അമൂദിയായിട്ടുള്ള വരികളിലാണ് ഇവ രചിക്കപ്പെട്ടിട്ടുള്ളത്. എന്താ അൽ അബിയാത്തുൽ അമൂദിയ എന്ന് പറഞ്ഞാൽ? ദാത്തു ഷത്രൈനി അൽ മുത്തസാവിയൈനി, തുല്യമായ രണ്ട് ഭാഗങ്ങളുള്ള, രണ്ട് പാർട്ടുകളുള്ള കവിതയുടെ സ്ട്രക്ചർ അതേ രൂപത്തിൽ വൃത്തവും പ്രാസവും എല്ലാം ഒപ്പിച്ച് രണ്ട് മിസ്റാഇകൾ, രണ്ട് ഭാഗമായി കൊണ്ട് എഴുതപ്പെട്ടിട്ടുള്ള അമൂദിയായ ബെയ്ത്തുകളാണ് ഈ കവിതയിൽ കവി ചേർത്ത് വെച്ചിട്ടുള്ളത്. ഇനി ഇവിടെ 4 പോയിൻ്റാണ് നമ്മളിപ്പോൾ ഈ പാഠത്തിൽ പഠിച്ചത്. ഒന്ന്, ഹാഫിൽ ഇബ്രാഹിം ആരാണ്? ഷാഇറു ഷഅബ്, സമൂഹത്തിൻ്റെ കവി, സമുദായത്തിൻ്റെ കവി, ജനതയുടെ കവി. ഷാഇറു നീൽ, നൈലിൻ്റെ കവി. എൻതമി ഷാഇറു ഹാഫിൽ ഇബ്രാഹിം അൽ മദ്രസത്തിൽ ക്ലാസിക്കിയൽ ജദീദ, നിയോ ക്ലാസിസം എന്ന ചിന്തയിലേക്കാണ് നമ്മുടെ ഈ കവി ഹാഫിൽ ഇബ്രാഹിം എത്തിച്ചേരുന്നത്. 3-ാമത്തെ പോയിന്റ്, യുസവ്വിറു ഷാഇറു ഫി ഹാദിഹിൽ ഖസീദ, ഈ കവിതയിൽ കവി അവതരിപ്പിക്കുന്നത് സൂറത്ത ഫതാത്തിൻ ഹസീനത്തിൻ ഫഖീറത്തിൻ, ദരിദ്രവതിയായ, ദുഃഖിതയായ ഒരു യുവതിയുടെ ചിത്രമാണ്. എത്രത്തോളം അവൾ ദാരിദ്ര്യത്തിലാണ് കഴിയുന്നത്. ലൈസ ലഹ വലിയൻ, അവൾക്കൊരു വലിയുമില്ല. വല അഹിലുൻ തഅ്തമിദു അലൈഹിം, അവലംബിക്കാവുന്ന ഒരു കുടുംബാംഗവുമില്ല. ഹാദിഹിൽ ഖസീദ തൻതമി ഇലൽ ക്ലാസിക്കിയൽ ജദീദ, ഈ കവിതയും ക്ലാസിക്കൽ നിയോ ക്ലാസിസത്തിലേക്ക് എത്തുന്ന ഒരു കവിതയാണ്. മുഅല്ലഫത്തുൻ ബിൽ അബിയാത്തുൽ അമൂദിയ, പരമ്പരാഗത രീതിയിൽ തന്നെ ആ അബിയാത്തുൽ അമൂദിയയിൽ എഴുതിയിട്ടുള്ള, അങ്ങനെ രചിക്കപ്പെട്ട കവിതയാണിത്. ഇനി ഇവിടെ വരുന്നത് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. മാഹുമ അല്ലഖബാനി അല്ലദാനി യുറഫു ബിഹിമ ഹാഫിൽ ഇബ്രാഹിം. ഹാഫിൽ ഇബ്രാഹിം അറിയപ്പെടുന്നതായ 2 ലഖബുകൾ എന്താണ്? അതിന് ഉത്തരം ഷാഇറു നീൽ, അതേപോലെ ഷാഇറു ഷഅബ്. ഇല ഐ ബലദിൻ യൻതമി ഷാഇറു ഹാഫിൽ ഇബ്രാഹിം. ഹാഫിൽ ഇബ്രാഹിം എന്ന കവി ഏത് രാജ്യവുമായി ബന്ധപ്പെട്ട കവിയാണ്? ഏത് രാജ്യത്തിലേക്കാണ് ഈ കവി ചേർക്കപ്പെടുന്നത്? ഉത്തരം മിസ്ർ. ഇല ഐ മദ്രസത്തിൻ അദബിയത്തിൻ യൻതമി ഷാഇറു ഹാഫിൽ ഇബ്രാഹിം. ഹാഫിൽ ഇബ്രാഹിം എന്ന കവി ഏത് സാഹിത്യ സംഘടനകളിലേക്ക്, അല്ലെങ്കിൽ ആ സാഹിത്യ ചിന്താധാരകളിലേക്ക്, മദ്രസയിലേക്കാണ് എത്തിച്ചേരുന്നത്, അല്ലെങ്കിൽ അതിലേക്കാണ് ചേർക്കപ്പെടുന്നത്? അൽ ക്ലാസിക്കിയ അൽ ജദീദ, നിയോ ക്ലാസിസം. ഉദ്കുറു വാഹിദ മിൻ മുഅല്ലഫാത്തി ഹാഫിൽ ഇബ്രാഹിം. ഹാഫിൽ ഇബ്രാഹിമിൻ്റെ ഏതെങ്കിലും ഒരു കൃതിയെപ്പറ്റി പറയുക. ലയാലി സത്തീഹ് എന്ന അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ്. മാദ യുസവ്വിറു ഷാഇറു ഫി ഖസീദ റിആയത്തുൽ അത്ഫാൽ. കുട്ടികളെ സംരക്ഷിക്കണമെന്ന് പറയുന്ന ഈ കവിതയിൽ, റിആയത്തുൽ അത്ഫാൽ എന്ന ഈ കവിതയിൽ കവി എന്താണ് ചിത്രീകരിക്കുന്നത്? സൂറത്ത ഫതാത്തിൻ ഹസീനത്തിൻ ഫഖീറത്തിൻ ലൈസ ലഹ അഹ്ലുൻ തഅ്തമിദു അലൈഹിം. അവലംബിക്കാൻ ആരുമില്ല, ഒറ്റപ്പെട്ടു പോയ, ദാരിദ്ര്യത്തിലും ദുഃഖത്തിലും വേദനയിലും കഴിയുന്ന ഒരു യുവതിയുടെ ചിത്രം. ബിമ യഷ്ബഹു ഷാഇറു അല്ലെങ്കിൽ യുഷബ്ബിഹു ഷാഇറു അൽ ഫതാത്ത് അൽ ഫഖീറ. ഈ സാധുവായ, ദരിദ്രവതിയായ ഈ യുവതിയെ എന്തിനോടാണ് കവി ഉപമിക്കുന്നത്? അതിനുത്തരം റസ്മൻ അലൽ അത്ലാൽ, വീടിൻ്റെ കുറ്റിച്ചുമരുകളിലുള്ള അവശേഷിക്കുന്ന ചുമരിലെ ചിത്രത്തോടാണ് ഉപമിക്കുന്നത്. വമദൽ ഹിമാമു ബി അമ്മിഹാ വൽ ഖാലി എന്ന് പറയുന്നുണ്ട്. മരണം അവളുടെ അമ്മിനെയും ഖാലിനെയും കൊണ്ടുപോയി. മാന മദൽ ഹിമാമുബി. മദൽ ഹിമാമുബി എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു പ്രയോഗമാണ്. മദൽ ഹിമാമുബി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മാത്താന്നാണ്.
മാത്ത അമ്മുഹ വഹല ഖാലു എന്നാണ് അവിടെ പറയേണ്ടത്. ഫി ഹൈക്കലിൻ യർനു ഇലാ തിംസാലി മാ മഅന കലിമത്ത് യർനു. യർനു എന്ന് പറയുന്ന കലിമത്തിൻ്റെ അർത്ഥം എന്താണ് ഈ വരിയിൽ? അവിടെ യർനു എന്ന് പറഞ്ഞാൽ യൻലുറു എന്നാണ് ആ വരിയുടെ അർത്ഥം. ഇനി നിങ്ങളുടെ പുസ്തകത്തിലുള്ളത് 2 അസൈൻമെൻ്റ് ആണ്. ഒന്ന് ഉക്തു മഖാലത്തൻ അൻ ഹയാത്തിൻ വ ആസാരി ഷാഇർ ഹാഫിദ് ഇബ്രാഹിം. ഹാഫിദ് ഇബ്രാഹിം എന്ന കവിയെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ വർക്കുകളെക്കുറിച്ചുമുള്ള ഒരു മഖാല പ്രിപ്പയർ ചെയ്യുക. അല്ലെങ്കിൽ രണ്ടാമത്തത് ആയിദ്ദ മുദക്കിറത്തൻ ഇസ്തിഹ്സാനിയത്തൻ ലിൽ ഖസീദ് റിആയത്തുൽ അത്ഫാൽ. റിആയത്തുൽ അത്ഫാൽ എന്ന കവിതയുടെ ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക. അതിനുവേണ്ടി പഠിക്കാൻ വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്ത 3 പുസ്തകമുണ്ട്. ഒന്ന് ഷർഹു ദീവാനി ഹാഫിദ് ഇബ്രാഹിം, ദാറുൽ ഫിക്ർ അറബിയിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഹാഫിദ് ഇബ്രാഹിമിൻ്റെ കവിതാ സമാഹാരത്തിൻ്റെ ഒരു ഷർഹുണ്ട്. ആ പുസ്തകം നമുക്ക് അവലംബിക്കാം. രണ്ടാമത്തെ ഹാഫിദ് ഇബ്രാഹിം ദിറാസത്തുൻ തഹ്ലീലിയത്തുൻ ലിസീറത്തിഹി വ ശുഅരിഹി. ഒരു പുസ്തകത്തിൻ്റെ പേരാണ് ഹാഫിദ് ഇബ്രാഹിം, അദ്ദേഹത്തിൻ്റെ ചരിത്രവും കവിതയും ഒരു ദിറാസ തഹ്ലീലിയ, ഒരു അനലൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു അപഗ്രഥന പഠനം. അത് സഈദ് മഹ്മൂദ് അബ്ദുള്ളയുടേതാണ്. ആ പുസ്തകവും അവലംബിക്കാം. വേറൊന്ന് ഷിഅർ ഹാഫിദ് എന്ന് പറയുന്ന ഇബ്രാഹിം അബ്ദുൽ ഖാദിർ മാസിനിയുടെ പുസ്തകമുണ്ട്. ഈ പുസ്തകവും അവലംബിക്കാം. ഇതോടുകൂടെ ഈ ഒരു യൂണിറ്റ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത് നമുക്ക് ഇൻഷാ അല്ലാഹ് യൂണിറ്റ് 4 ആണ്. നമുക്ക് മറ്റൊരു സന്ദർഭത്തിൽ സംസാരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.